friends, week 16 video 34ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. നിങ്ങൾ ഇതുവരെയും എന്റെ ഫ്രീ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട്. എല്ലാ സൺഡേയും മോർണിംഗ് 11 to 11:40 സൂമിലൂടെയാണ് ലൈവ് സെഷൻ. ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിക് സംബന്ധമായ നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ എല്ലാ സൺഡേയും ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് ആണ്. So let's get started. The word tense is derived from the Latin word tempus, which means time. A verb indicates the time of an action, event or condition by changing its form. സമയം എന്ന് അർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ടെമ്പസിൽ നിന്നാണ് ടെൻസ് എന്ന പദം ഉദ്ഭവിച്ചത്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ്. Tenses are the form taken by a verb to show the time of an action or the state of an event. ഒരു ആക്ഷൻ നടന്ന സമയം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടന്ന് അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത് ടെൻസസ് ആണ്. ടെൻസസിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: the present tense, the past tense, the future tense. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. Based on aspect, each of the three tenses has 4 forms or subdivisions to show the continuity or completeness of the action and time. ഒരു ടെൻസിനെ നമ്മൾ നാലായിട്ടാണ് സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: 1 indefinite, 2 continuous, 3 perfect, 4 perfect continuous. Shall is used before I and we in the first person. Shall നമ്മൾ I and we എന്ന first personനോടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ will എന്ന മോഡൽ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ടു ഡിസ്ക്രൈബ് an action that will take place in the future. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: we shall go to the zoo tomorrow to talk about things that will happen in future. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി. we shall know the result in a week to express announcements of future plans. ഭാവിയിലെ പ്ലാൻസിനെ കുറിച്ച് പറയുമ്പോൾ. എക്സാമ്പിൾ: we shall have fun at the beach. To express announcements of weather forecast. കാലാവസ്ഥയെ കുറിച്ചുള്ള അനൗൺസ്മെന്റ്സ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. The flood water will continue to recede now. പ്രളയജലം ഇറങ്ങുന്നത് തുടരും. For unplanned future action. പ്ലാൻ ചെയ്യാത്ത ഫ്യൂച്ചർ ആക്ഷനെ കുറിച്ച് പറയാനും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: winter will come soon. For thoughts, assumptions, predictions. ചിന്തകൾ, അനുമാനങ്ങൾ, പ്രവചനങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ: I think she will get the job. For actions decided at the moment of speech. സംഭാഷണത്തിന്റെ ഇടയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പറയാനും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ: I'm not well, I shall take medicine. പല ടെൻസസിന്റെ ഇടയ്ക്ക് എങ്ങനെ നമ്മൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാം, അതിനാണ് ടൈം എക്സ്പ്രഷൻസ്. ഒരു ടൈം എക്സ്പ്രഷൻസ് ഫോർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നോക്കാം. Tomorrow, in 2 weeks, soon, the day after, later, next year. ഈ ടൈം എക്സ്പ്രഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും എന്റെ വീഡിയോ കണ്ടതിനാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനി വരുന്നതായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ അഫർമേറ്റീവ് ഫോം നോക്കാം. Subject plus will or shall plus verb. Example: they will come home by next week. I shall play cricket in the evening. Sam will visit me soon. Simple future tense negative form നോക്കാം. He, she, it plus shall or will plus not plus first form of the verb plus object. Will or not ചേർത്ത് നമുക്ക് contraction won't കിട്ടും. Example: Sam will not visit me. We won't tell anyone. We won't go to the party tonight. They won't go to college tomorrow. Simple future tense interrogative form നോക്കാം. Closed question form നോക്കാം. Shall or will plus subject plus first form of the verb plus object plus question mark. Will Sam visit me soon? Will they send him an invitation card? Will they go to office tomorrow? Simple future tense interrogative form. Open-ended question form നോക്കാം. Open-ended question formൽ നമ്മൾ WH family അല്ലെങ്കിൽ interrogative words ആണ് ഉപയോഗിക്കുന്നത്. So rule നോക്കാം. WH family plus shall or will plus subject plus first form of the verb plus object plus question mark. When will Sam visit me? WH family ഒന്നും കൂടി പരിചയപ്പെടാം. What, എന്ത്, why, എന്തുകൊണ്ട്, when, എപ്പോൾ, where, എവിടെ, how, എങ്ങനെ, who, ആര്,
how much, എത്രമാത്രം, how many, എത്രേ. Friends, now it's time for the practice exercise. Tenses related and മറ്റുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് stay tuned.